പരുന്തുംപാറയിലെ അനധികൃതമായി സ്ഥാപിച്ച കുരിശ് പൊളിച്ചു മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടായത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് വലിയ കുരിശാണ്, വലിയ ഭീമൻ കുരിശാണ് അവിടെ സ്ഥാപിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം നടന്ന സംഭവമാണിത്. അവിടെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നു, നിരോധനാജ്ഞ നിലനിൽക്കുന്നു. അതിൻ്റെയൊക്കെ അത്തരം നിയമപരമായ കർശനമായ നിയമങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നത്. അതായത് കുരിശിനെ മറയാക്കി ഇങ്ങനെയും ഈ കുരിശ് ഇളക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മതപരമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിനെ ചെറുക്കുക എന്ന നിലയ്ക്കാണ് കയ്യേറ്റക്കാരൻ ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോയത്. പക്ഷേ റവന്യൂ വകുപ്പ് വേഗത്തിൽ തന്നെ ഇടപെടുന്നു. ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് ഈ കുരിശുള്ളതും ഇല്ലാത്തതുമായ ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്ത പുറത്തുവിട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ തന്നെ ഈ കുരിശ് നീക്കാനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിരിക്കുകയാണ്. സജിത് ജോസഫ് എന്ന ആളാണ് ഇവിടെ ഈ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. ഇയാൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നില്ല എന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. ഇനി കളക്ടർ അടക്കമുള്ളവർ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചേക്കാം. ബിനിൽ, കേൾക്കാമെങ്കിൽ ഇത് ഇന്ന് തന്നെ പൊളിച്ചു മാറ്റുക, മറ്റെന്തൊക്കെ നടപടികളാണ് റവന്യൂ വകുപ്പ് ഏറ്റവും വേഗത്തിൽ എടുക്കുന്നത്? ഇനി അവിടെ പരുന്തുംപാറയിൽ അനധികൃത നിർമ്മാണം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തക്ക രീതിയിൽ എത്രത്തോളം കർശനമായിരിക്കും നിയമ നടപടികൾ? കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അവർ നിയോഗിച്ച പ്രത്യേക ടീം ഇന്ന് പരുന്തുംപാറയിൽ എത്തിയിട്ടുണ്ട്. റവന്യൂ സംഘവും അതോടൊപ്പം തന്നെ സർവേ സംഘവും എത്തിയിരുന്നു. ആ സർവേ സംഘം നേരത്തെ ഇവിടെ എത്തി പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പീരുമേട് തഹസിൽദാർ കൂടുതൽ തൊഴിലാളികളുമായി എത്തി ആ കുരിശ് പൊളിക്കുന്ന ജോലികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ വലിയ ഭീമൻ കോൺക്രീറ്റ് കുരിശ് അവിടെ നിന്ന് താഴെ ഭാഗം കട്ട് ചെയ്ത് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പീരുമേട്ടിൽ നിന്നുള്ള കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്തെത്തിച്ചുകൊണ്ടുള്ള വലിയ നടപടികളിലേക്കാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു തൊഴിലാളിയെ മുകളിലേക്ക് എത്തിച്ച് ആ കുരിശ് താഴെ കട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ എത്തിച്ച് അവിടെ നിന്ന് അത് താഴെ ഇറക്കാൻ എങ്ങനെ സാധ്യമാകും എന്നത് സംബന്ധിച്ച പരിശോധനകളാണ് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ താഴെ ഭാഗം ഇപ്പോൾ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവന്ന ജീവനക്കാരും ഒക്കെ തന്നെ ഈ കുരിശിന്റെ സൈഡിൽ, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ കുരിശ് സ്ഥാപിച്ചത്, ആ കുരിശ് വീഴാതിരിക്കാൻ അത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സൈഡുകളിലൊക്കെ തന്നെ പടക്കം കെട്ടി ആ കുരിശ് അതിൽ പിടിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ആ പൈപ്പുകളിലൂടെ ഇപ്പോൾ തൊഴിലാളികളെയൊക്കെ കയറ്റിവിട്ട് അത് മുകളിൽ, അതായത് താഴെ കട്ട് ചെയ്താൽ പെട്ടെന്ന് താഴേക്ക് വീഴാതെ രീതിയിൽ അത് നിലനിൽക്കുമോ എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ തൊഴിലാളികളെ ആ പൈപ്പിന് മുകളിലേക്ക് കയറ്റി പരിശോധന നടത്തുന്നത്. അതിനുശേഷം ആ താഴെ ഭാഗം പൂർണ്ണമായും കട്ട് ചെയ്ത് കുരിശ് ഇന്ന് തന്നെ താഴേക്ക് ഇറക്കുക, ഇതാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. കാരണം ഇത് സ്റ്റോപ്പ് മെമ്മോയും അതോടൊപ്പം തന്നെ റവന്യൂ നടപടികളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ വലിയ കുരിശ് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് ഇപ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഈ കുരിശ് സ്ഥാപിച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഒന്നും തന്നെ ഈ കുരിശ് ഉണ്ടായിരുന്നില്ല.